ഒരു വലിയ നഗരത്തിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ആശുപത്രി. രാജ്യത്തെ പ്രമുഖരും രാഷ്ട്രീയക്കാരും സമ്പന്നരും ഒരേപോലെ ചികിത്സ തേടിയെത്തുന്ന ഒരു പ്രശസ്ത കേന്ദ്രം. രാവും പകലും തിരക്കേറിയ ആ ആശുപത്രിയിൽ ആംബുലൻസുകളുടെ ശബ്ദവും ഡോക്ടർമാരുടെ തിരക്കുകളും നഴ്സുമാരുടെ പാച്ചിലും ഒരിക്കലും അവസാനിക്കാതെ തന്നെയിരുന്നു. ആശുപത്രിയുടെ പുറത്ത് ഒരു ചെറിയ റോഡിനരികിൽ ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു തട്ടുകട. വലിയ കെട്ടിടങ്ങളുടെ നിഴൽ വളരെ ലളിതമായ ഒരു കുടിൽ പോലെ. എന്നാൽ ആ തട്ടുകടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നിന്ന് ഉള്ള ചായ രുചി. ആ തട്ടുകട നടത്തുന്നത് രാജൻ എന്ന വൃദ്ധൻ. വയസ്സിന്റെ ഭാരവും ജീവിതത്തിന്റെ അനുഭവങ്ങളും മുഖത്ത് തെളിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു സാന്ത്വനവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. വർഷങ്ങളായി ഈ ആശുപത്രിക്ക് മുൻപിൽ തന്നെ ചായ വിറ്റ് ജീവിക്കുന്ന ഒരാൾ. രാജന് സഹായത്തിന് ഒരാളും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ പൂജ. പൂജ ഒരു സാധാരണ ചായക്കടയിൽ സഹായിക്കുന്ന പെൺകുട്ടി മാത്രമല്ല, അവൾക്ക് വലിയൊരു സ്വപ്നമുണ്ട്. അവൾ ഒരു MBBS വിദ്യാർത്ഥിനിയാണ്. മെഡിക്കൽ കോളേജിൽ അവസാന വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി. പൂജ രാവിലെ മുതൽ രാത്രി വരെ അച്ഛൻ്റെ തട്ടുകടയിൽ സഹായിക്കും. ഓരോരുത്തർക്കും ചായ കൊടുക്കും, സ്നേഹത്തോടെ സംസാരിക്കും. അവളുടെ കയ്യിൽ ചായ ഗ്ലാസും മറ്റേ കയ്യിൽ എപ്പോഴും കട്ടിയുള്ള മെഡിക്കൽ പുസ്തകവും ഉണ്ടായിരുന്നു. ചായ കൊടുക്കുന്നതിനിടയിൽ പോലും അവൾ പേജുകൾ തിരിക്കും, കുറിപ്പുകൾ നോക്കും. ചിലപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ തന്നെ അവൾ അവിടെ നിന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കും. ഉറക്കമില്ലാതെ ഒട്ടേറെ പഠിച്ചിട്ടുണ്ട് അവൾ. രാജൻ തന്റെ മകളെ നോക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ അഭിമാനത്തോടെ ചിരിക്കും. എന്റെ മോൾ ഒരു നാൾ വലിയ ഡോക്ടറാകും എന്ന വിശ്വാസം രാജന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ വലിയ ആശുപത്രിയുടെ മുൻപിലുള്ള ചെറിയ തട്ടുകട അത് വെറും ചായക്കടയല്ല, ഒരു സ്വപ്നം തന്നെ വളരുന്ന ഇടമാണ്. മോളെ, ഈ ചായ ICU വശത്തുള്ള ഡോക്ടർമാർക്ക് കൊടുത്തിട്ട് വരണേ. രാജന്റെ ശബ്ദം കേട്ട് പൂജ തല ഉയർത്തി നോക്കി. അവളുടെ കയ്യിൽ പുസ്തകം, കണ്ണുകളിൽ ക്ഷീണം, പക്ഷേ ഉള്ളിൽ ഉറച്ച സ്വപ്നമുണ്ടായിരുന്നു. ശരി അച്ഛാ എന്ന് മൃദുവായി അവൾ പറഞ്ഞു. ചായ എടുത്തു പോകുമ്പോൾ അവളുടെ ചുരിദാർ പഴയതായിരുന്നു, മുഷിഞ്ഞ കറകളും പാടുകളും പതിഞ്ഞത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ ചായക്കട പെൺകുട്ടി, പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു ഡോക്ടർ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. രാജൻ പലപ്പോഴും അവളോട് പറയും, മോളെ, എന്റെ ജീവിതം ഈ ചായക്കടയിൽ ഒതുങ്ങി. പക്ഷെ നീ ഈ ആശുപത്രിയിൽ ചായ കൊടുക്കുവാനല്ല ജനിച്ചത്. ഒരു ദിവസം നീ ഇവിടെ സ്റ്റെതസ്കോപ്പ് ധരിച്ചു നടക്കണം. അച്ഛന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ പൂജയുടെ കണ്ണുകൾ നിറയും. അവൾ ചിരിക്കുവാൻ ശ്രമിക്കും, പക്ഷേ ആ ചിരിയുടെ പിന്നിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ശനിയാഴ്ച സാധാരണ ദിവസങ്ങളെ പോലെ ഒരു തിരക്കേറിയ ദിവസമായിരുന്നു. ആശുപത്രിയുടെ മുൻപിൽ പെട്ടെന്ന് തന്നെ വലിയ വാഹനങ്ങൾ നിർത്തി. ബ്ലാക്ക് SUV, സുരക്ഷാ ജീവനക്കാർ ആരൊക്കെയോ ഓടി വന്നിറങ്ങി. ആ കാറിൽ വന്നിറങ്ങിയത് സാധാരണ ഒരാളല്ല. കേരളത്തിലെ വലിയ കോടീശ്വരനും രാഷ്ട്രീയത്തിലെ വലിയ സ്വാധീനമുള്ള ഒരു ഗുണ്ടാ നേതാവുമായ പ്രസാദ് സിംഗ്. പ്രസാദ് സിംഗ് ആശുപത്രിയിലേക്ക് കടന്നതോടെ ആശുപത്രിയുടെ അന്തരീക്ഷം തന്നെ മാറി. സുരക്ഷാ ജീവനക്കാരെല്ലാവരും വേഗം തന്നെ വഴിമാറി VIP സെക്ഷൻ ഒരുക്കി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. പ്രസാദ് സിംഗിന് പെട്ടെന്ന് നെഞ്ചിൽ വേദന കൊണ്ടു. അദ്ദേഹം ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം നിലത്തേക്ക് വീണു. ഡോക്ടർമാരും നഴ്സുമാരെല്ലാവരും ഓടി വന്നു. അദ്ദേഹത്തെ നിമിഷ നേരം കൊണ്ട് ICUവിലേക്ക് മാറ്റി. ആശുപത്രിയുടെ VIP ബ്ലോക്കിന് പുറത്ത് ഒരു ഭീതിജനകമായ നിശബ്ദത. അത് പെട്ടെന്ന് പൊട്ടിത്തെറിയായി മാറി. ആ ശബ്ദം പ്രസാദ് സിംഗിന്റെ ഏറ്റവും വിശ്വസ്തനായ ആൾ വീരേന്ദ്ര സിംഗിന്റെ ആയിരുന്നു. വീരേന്ദ്ര സിംഗിന്റെ മുഖം കോപത്തിൽ ചുവന്നിരുന്നു, കണ്ണുകൾ തീപ്പൊരി പോലെ. വീരേന്ദ്ര സിംഗ് ഒരു നിമിഷം ചുറ്റും നോക്കി. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഒരു നിമിഷം പേടിച്ച് പിന്നോട്ട് മാറി. അടുത്ത നിമിഷം തന്നെ അവൻ തന്റെ കയ്യിലെ തോക്കെടുത്തു. ആശുപത്രി മുഴുവൻ നിശബ്ദമായി. ശ്രദ്ധിച്ചു കേൾക്കൂ, അവൻ ഉറക്കെ നിലവിളിച്ചു. ഞങ്ങളുടെ സാറിന് എന്തെങ്കിലും പറ്റിയാൽ ഈ ലോകം തന്നെ ഞങ്ങൾ ഇല്ലാതാക്കും. ഞങ്ങളെ ഇവിടെ ഒരാൾ ജീവനോടെ തന്നെ വെക്കുകയില്ല. ആ വാക്കുകൾ കേട്ട് എല്ലാവരും ഒരു നിമിഷം ഒന്ന് വിറച്ചു. അതേസമയം VIP പ്രവേശന കവാടത്തിൽ നിന്ന് ഒരു സംഘം അകത്തേക്ക് ഓടിയെത്തി. വിദേശത്ത് നിന്ന് അടിയന്തരമായി വിളിച്ചു വരുത്തിയ ലോക പ്രശസ്തനായ ഹൃദയ വിദഗ്ധൻ ഡോക്ടർ ഡാനിയൽ. ഒരു നിമിഷം പോലും കളയാതെ അദ്ദേഹം നേരെ ICUവിലേക്ക് കടന്നു. സെക്കൻഡുകൾ മിനിറ്റുകളായി തോന്നി. ICUവിന്റെ പുറത്ത് എല്ലാവരും ഉത്കണ്ഠയിൽ. വീരേന്ദ്ര സിംഗ് തോക്ക് കയ്യിൽ പിടിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു. വീരേന്ദ്ര സിംഗിന്റെ ഓരോ അടിയിലും ഭീഷണിയുടെ ശബ്ദം പോലെ. അവസാനം ICUവിന്റെ വാതിൽ തുറന്നു. ഡാനിയൽ ഡോക്ടർ പതുക്കെ പുറത്തു വന്നു. ഡാനിയൽ ഡോക്ടറുടെ മുഖം എല്ലാം പറഞ്ഞിരുന്നു. ഒരു നിമിഷം ഡാനിയൽ ഡോക്ടർ മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, സ്ഥിതി വളരെ ഗുരുതരമാണ്. ഹൃദയമിടിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ വാക്കുകൾ മിന്നൽ പോലെ എല്ലാവരും തട്ടി.
എന്താണ് പറഞ്ഞത്? വീരേന്ദ്ര സിംഗ് ഉറക്കെ അലറി. അവന്റെ കണ്ണുകൾ നിറഞ്ഞ കോപമുണ്ടായിരുന്നു. അവൻ തോക്ക് പിന്നെയും ഉയർത്തി. എന്റെ സാർ ജീവിക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല. ആശുപത്രി മുഴുവൻ ഭീതിയിൽ. നഴ്സുമാർ കരയുന്നു. സ്റ്റാഫ് പിന്നോട്ട് മാറുന്നു. ഇതെല്ലാം ഒരു മൂലയിൽ നിന്ന് പൂജ കാണുന്നുണ്ടായിരുന്നു. അവൾ അവിടേക്ക് ചായ കൊണ്ടുവന്നതായിരുന്നു. അവളുടെ കൈ അല്പം വിറച്ചു. ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇനിയൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ ജീവൻ എപ്പോൾ വേണമെങ്കിലും ആപത്ത് സംഭവിക്കാം. അവൾ പതുക്കെ ഒരു നിമിഷം തല ഉയർത്തി ഐസിയു വാതിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളിൽ ഒരു ഡോക്ടറുടെ ആത്മാവ് ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു. അവൾ തന്റെ പുസ്തകം ശക്തിയായി പിടിച്ചു. ഇല്ല, ഇതിങ്ങനെ അവസാനിക്കരുത്. അവളുടെ കണ്ണുകളിൽ ഒരു തീരുമാനം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. പൂജ വേഗം തന്നെ മുൻപോട്ട് നടന്നു. അവളുടെ കയ്യിലുള്ള ചായ ട്രേ പതുക്കെ താഴെ വെച്ചു. എല്ലാവരും ഒരു നിമിഷം അവളെയൊന്നു നോക്കി. ഒരു സാധാരണ ചായക്കട പെൺകുട്ടി VIP ഐസുവിന് മുൻപിൽ നിൽക്കുന്നു. അവൾ നേരെ വീരേന്ദ്ര സിംഗിന്റെ മുൻപിലെത്തി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്കൊരു അവസരം തരൂ. അദ്ദേഹത്തെ ഞാൻ രക്ഷിക്കാം. എനിക്ക് ഉറപ്പുണ്ട്. ഒരു നിമിഷം എല്ലാവരും മിണ്ടാതെയായി. പിന്നെ ചിരി പൊട്ടിത്തെറിച്ചു എല്ലാവരും. ഇവൾക്ക് എന്താ പറ്റിയത്? ഇത്രയും വലിയ ഡോക്ടർമാർക്ക് പറ്റാത്തത് ഈ ചായക്കടക്കാരിക്ക് പറ്റുമോ? ഇവൾക്ക് പ്രാന്താണോ? വീരേന്ദ്ര സിംഗ് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ഡോക്ടർമാരും സ്റ്റാഫുകളും എല്ലാം പൂജയെ നോക്കി ചിരിച്ചു. പക്ഷേ പൂജയുടെ മുഖത്ത് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും മുൻപോട്ട് നടന്നു. ഡോക്ടർ ഡാനിയലിന്റെ അരികിലേക്ക് പോയി. അവളുടെ ശബ്ദം കൂടുതൽ ഉറച്ചിരുന്നു. സാർ, റെട്രോകൊളട്രൽ അപ്രോച്ചസ് പരിശോധിച്ചോ? ഡോക്ടർ ഡാനിയൽ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. പൂജ പിന്നെയും തുടർന്നു. കൊളാട്രൽ വഴി നാഡിയുടെ പിന്നിലൂടെ പ്രവേശിച്ച് ബ്ലോക്ക് നീക്കം ചെയ്യുന്ന പ്രക്രിയ. റഷ്യൻ ജേണലുകളിൽ ഇതേക്കുറിച്ച് പുതിയ പഠനം വന്നിട്ടുണ്ട്. അവളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് സാർ, അത് ചെയ്താൽ അദ്ദേഹം രക്ഷപ്പെടും. ഐസിയുവിന്റെ മുൻപിൽ വീണ്ടും നിശബ്ദത. ഇപ്പോൾ ആരും ചിരിക്കുന്നില്ല. എല്ലാവരും ഒരു നിമിഷം അവളെ നോക്കി നിൽക്കുന്നു. ഡോക്ടർ ഡാനിയൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു ചായക്കട പെൺകുട്ടി ഇത്രയും കൃത്യമായി എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നതെന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അതിശയമുണ്ടായിരുന്നു. ഒരു നിമിഷം അദ്ദേഹം ഒന്നും പറയാതെ നിന്നു. വീരേന്ദ്ര സിംഗ് പോലും തോക്ക് താഴ്ത്തി. ഇവളാരാ എന്ന് മനസ്സിൽ ചോദിച്ചു. പൂജ ഒരു ആഴമുള്ള ശ്വാസം വിട്ടു. പിന്നീട് പറഞ്ഞു, ഞാനൊരു MBBS ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ആ വാക്കുകൾ ആശുപത്രിയിലെ വായുവിനെ തന്നെ മാറ്റി. ഐസിയുവിന്റെ മുൻപിൽ പലരും പല ചർച്ചകളും നടത്തി. വീരേന്ദ്ര സിംഗ് പിന്നീട് പതുക്കെ പൂജയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും കോപമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. വീരേന്ദ്ര സിംഗ് നേരെ പൂജയുടെ മുൻപിൽ നിന്നു. താഴ്ന്ന ശബ്ദത്തിൽ, എന്നാൽ ഭീഷണിയിലും പറഞ്ഞു, നിനക്ക് ഞാനൊരു അവസരം തരാം. ഒരു നിമിഷം നിശബ്ദത. പക്ഷേ നീ ഒരു ഉറപ്പ് പറയണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് പറ്റുമെന്ന്. പൂജയുടെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് വീരേന്ദ്ര സിംഗ് പിന്നെയും തുടർന്നു, ഒരു നിമിഷം പോലും പിഴച്ചാൽ, ഞങ്ങളുടെ സാറിന് വല്ലതും സംഭവിച്ചാൽ, നിന്റെ അച്ഛനെയും ആ പഴയ തട്ടുകടയും നീ ഒരിക്കലും കാണുകയില്ല. ആ വാക്കുകൾ ഒരു കത്തി പോലെ പൂജയുടെ മനസ്സിൽ കുത്തി. അവളുടെ കണ്ണുകളിൽ ഒരു നിമിഷം ഭയം തെളിഞ്ഞു. അച്ഛൻ, തട്ടുകട, അവളുടെ ജീവിതം എല്ലാം ഒരു നിമിഷം മുന്നിലൂടെ കടന്നുപോയി. പക്ഷേ അടുത്ത നിമിഷം അവളുടെ മുഖം വീണ്ടും ഉറച്ചു. ഞാൻ തയ്യാറാണ്. അവൾ തലകുനിച്ചു സമ്മതിച്ചു. കാരണം അവൾക്ക് ഈ പ്രൊഫഷൻ ഒരു ജോലി മാത്രമല്ല, അത് അവളുടെ ജീവിതമായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവൻ അതിനേക്കാളും വലുതായി ഒന്നുമില്ല എന്നാണ് അവൾ മനസ്സിൽ കരുതിയത്. അവൾ ഒരു വാക്കും പറയാതെ നേരെ ഓപ്പറേഷൻ ബ്ലോക്കിലേക്ക് നടന്നു. വാതിൽ തുറന്നു. അകത്ത് തണുത്ത വെളിച്ചം, മെഷീനുകളുടെ ശബ്ദം, ജീവനും മരണം തമ്മിലുള്ള പോരാട്ടം. പൂജ കൈകൾ അണുവിമുക്തമാക്കി. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഓരോ നിമിഷം അവൾ ഉറപ്പിച്ചു, ഞാനിത് ചെയ്യും. അവൾ സ്റ്റെറൈൽ ഗ്ലൗസ് ധരിച്ചു, മാസ്ക് ഇട്ടു, ഓപ്പറേഷൻ യൂണിഫോം ധരിച്ചു. ഒരു ചായക്കട പെൺകുട്ടി ഇപ്പോൾ ഡോക്ടറുടെ രൂപത്തിൽ മാറി. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നു. അവൾ അകത്തേക്ക് കയറി. അവിടെ പ്രസാദ് സിംഗ്. അദ്ദേഹത്തിന്റെ മോണിറ്ററിൽ താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു ഹൃദയമിടിപ്പ്. ബിപ്പ് ബിപ്പ് ബിപ്പ്. ഓരോ ശബ്ദവും സമയം തീരുന്നതിന്റെ സൂചന. നഴ്സുമാർ അവളുടെ അരികിലെത്തി. ആദ്യം അവൾക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളുടെ കണ്ണിൽ അവർ കണ്ടത് ആത്മവിശ്വാസം, ധൈര്യം, അറിവ് എല്ലാമായിരുന്നു. സിസ്റ്റർ, ഇൻസ്ട്രുമെന്റ്. പൂജ ശാന്തമായി പറഞ്ഞു. നഴ്സുമാർ ഉടനെ സഹായം തുടങ്ങി. ഓരോ ഉപകരണം, ഓരോ നീക്കവും സമയത്തോടെയുള്ള പോരാട്ടം. ഐസുവിന്റെ പുറത്ത് വീരേന്ദ്ര സിംഗ് തോക്കും പിടിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ണുകൾ വാതിലിന്റെ ഉള്ളിലേക്ക്. അകത്ത് പൂജ തന്റെ മനസ്സിൽ പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുപോലെ ഞാനിന്ന് സ്റ്റെതസ്കോപ്പ് ധരിച്ച് ഈ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. മോണിറ്റർ ഇപ്പോൾ വളരെ സ്ലോവായി. ബിപ്പ് ബിപ്പ്.
പൂജയുടെ ശബ്ദം മുറിച്ചു. ഇത് അവസാനമല്ല, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ മോണിറ്ററിന്റെ ശബ്ദം പിന്നെയും. ബിപ് ബിപ് ബിപ്. പെട്ടെന്ന് ശബ്ദം സ്ലോ ആയി. ബിപ് ബിപ്. മേഡം, സമയം പോകുന്നു. ഹൃദയമിടിപ്പ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഒരു നഴ്സ് ഭീതിയോടെ പറഞ്ഞു. പൂജയുടെ കണ്ണുകൾ മോണിറ്ററിൽ പതിഞ്ഞു. ഒരു നിമിഷം പോലും കളയാതെ അവൾ സർജറി ആരംഭിച്ചു. അവളുടെ ഓരോ നീക്കവും ശാന്തവും കൃത്യവുമായിരുന്നു. അവൾ പറഞ്ഞിരുന്നത് പോലെ ഹൃദയത്തിന്റെ നേർത്ത നാഡിയിലൂടെ പ്രവേശനം. അത് കണ്ടു നിന്നിരുന്ന ഡോക്ടർ ഡാനിയൽ അപ്രത്യക്ഷമായി ഉറക്കെ വിളിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അത് അസംബന്ധമാണ്. നീ ഹൃദയത്തിന്റെ അത്ര നേർത്ത നാഡിയിലൂടെ പോകുകയാണ്. അത് പൊട്ടിയാൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ആപത്താണ്. പക്ഷേ ആ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ പൂജ തന്റെ നീക്കം പൂർത്തിയാക്കിയിരുന്നു. അടുത്ത നിമിഷം മോണിറ്റർ പെട്ടെന്ന് ഒരു നിശബ്ദത. ഹൃദയമെടുപ്പ് നിന്നിരിക്കുന്നു. രക്തം നിർത്താതെ ഒഴുകുന്നു. ഹോ നോ! നഴ്സുമാർ പരിഭ്രമിച്ചു. ചിലർ പിന്നോട്ട് പോയി. ഡോക്ടർ ഡാനിയൽ കോപത്തിൽ വിറച്ചു. നീ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ. ആ വാക്കുകൾ ഒരു മരണവിധി പോലെ. പക്ഷേ പൂജയുടെ മുഖത്ത് ഭയമില്ലായിരുന്നു. അവൾ പെട്ടെന്ന് മുൻപോട്ട് ചെന്നു. ശക്തമായി നെഞ്ചിലമർത്തി. ഇല്ല, ഇയാൾ മരിക്കുകയില്ല, അവൾ ഉറപ്പു പറഞ്ഞു. വീരേന്ദ്ര സിംഗ് മുഖം പുറത്തുനിന്ന് ഉത്കണ്ഠയിൽ. എന്നാൽ അകത്ത് ജീവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന പോരാട്ടം. സിസ്റ്റർ, സർജിക്കൽ കത്രിക വേഗം, പൂജ ഉറക്കെ പറഞ്ഞു. അവളുടെ കൈകൾ ഇപ്പോൾ അത്യന്തം സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നു. അവൾ രക്തസ്രാവമുള്ള ഭാഗത്ത് കത്രിക കൃത്യമായി അമർത്തി. 1 സെക്കൻഡ്, 2 സെക്കൻഡ്. പിന്നീട് പെട്ടെന്ന് രക്തം നിന്നു. നഴ്സുമാർ വിസ്മയത്തോടെ നോക്കി. ഡോക്ടർ ഡാനിയൽ പോലും ഒരു വാക്കും പോലും പറയാതെ നിന്നു. അടുത്ത നിമിഷം മോണിറ്റർ ചെറിയൊരു ലൈൻ. ബിപ്പ്. എല്ലാവരും ശ്വാസം പിടിച്ചു. വീണ്ടും മോണിറ്റർ ശബ്ദം വന്നു. ഹൃദയം വീണ്ടും ഇടിച്ചു തുടങ്ങി. ഒരു നഴ്സ് ആവേശത്തോടെ പറഞ്ഞു, ഇദ്ദേഹത്തിന് ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ മോണിറ്റർ ഇടിക്കുന്നു. ബിപ് ബിപ് ബിപ്. ഒരു അത്ഭുതമായിരുന്നു അത്. ഡോക്ടർ ഡാനിയൽ അവളുടെ അടുത്തേക്ക് പതുക്കെ നടന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വിശ്വാസമില്ലാത്ത അതിശയമുണ്ടായിരുന്നു. അസാധ്യം, ഇത് അസാധ്യം തന്നെ, അദ്ദേഹം പൂജയോട് പറഞ്ഞു. പൂജ ശാന്തമായി നിൽക്കുന്നു. ശ്വാസം പതുക്കെ, കണ്ണുകളിൽ കണ്ണുനീർ. സർജറി വിജയിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് വാതിൽ തുറന്നു. വീരേന്ദ്ര സിംഗ് ഓടിയെത്തി. ഡോക്ടറോട് ചോദിച്ചു, എന്തായി? ഡോക്ടർ ഡാനിയൽ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, അദ്ദേഹം രക്ഷപ്പെട്ടു. വീരേന്ദ്ര സിംഗ് നിശബ്ദമായി കണ്ണുകൾ നിറഞ്ഞു. വീരേന്ദ്ര സിംഗ് പതുക്കെ ചോദിച്ചു, ആ പെൺകുട്ടിയാണ് ഓപ്പറേഷൻ ചെയ്തത്? ഡാനിയൽ പതുക്കെ പൂജയെ നോക്കി. പിന്നീട് പറഞ്ഞു, അതെ, അവൾ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തത്. ആ ചായക്കട പെൺകുട്ടി ഇപ്പോൾ ഒരു ജീവൻ രക്ഷിച്ച ഡോക്ടറായിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ പതുക്കെ തുറന്നു. അകത്തുനിന്ന് പൂജ പുറത്തേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്ത് ക്ഷീണം, കണ്ണുകളിൽ കണ്ണുനീർ. പക്ഷേ ഉള്ളിലൊരു വിജയവും ഉണ്ടായിരുന്നു. ആശുപത്രി മുഴുവൻ ഒരു നിമിഷം നിശബ്ദത. പിന്നെ കയ്യടികൾ പൊട്ടിത്തെറിച്ചു. ഡോക്ടർമാർ, നഴ്സുമാർ, സ്റ്റാഫ് എല്ലാവരും ഒരു നിമിഷം അവളെ നോക്കി കയ്യടിച്ചു. അവളുടെ അച്ഛൻ രാജൻ ജനക്കൂട്ടം തള്ളി മുൻപോട്ട് വന്നു. മോളെ! അദ്ദേഹം അവളെ ശക്തമായി കെട്ടിച്ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അഭിമാനം, ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷം. നീ വിജയിച്ചു മോളെ, നീ പറഞ്ഞ പോലെ നീ ഒരു ഡോക്ടറായി മോളെ. പൂജയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ അച്ഛനെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പോലീസ് സൈറൺ ശബ്ദം. അതെ, ആശുപത്രി ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുന്നു. ആശുപത്രിയുടെ മുൻപിൽ പോലീസ് എത്തി. പോലീസുകാർ നേരെ അകത്ത് കയറി. ജനക്കൂട്ടം പിരിഞ്ഞു. പോലീസ് നേരെ പൂജയുടെ അടുത്തേക്ക് വന്നു. പൂജയോട് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, പൂജ, നീ അറസ്റ്റിലാണ്. ആ വാക്കുകൾ ഒരു മിന്നൽ പോലെ. അവളുടെ അച്ഛൻ ഞെട്ടി. ഒരു നിമിഷം അദ്ദേഹം ചോദിച്ചു, എന്തിന്? എന്റെ മകൾ എന്ത് തെറ്റാണ് ചെയ്തത്? പോലീസ് ഓഫീസർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ലൈസൻസ് ഇല്ലാതെ ഒരിക്കൽ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ടും ഒരു രോഗിയെ സർജറി നടത്തി. അതും VIP കേസായ ഒരു ഗുണ്ടാ നേതാവുമായ അദ്ദേഹത്തെയാണ് സർജറി നടത്തിയത്. ഒരു ഡോക്ടറല്ലാത്ത ഈ പെൺകുട്ടി ഒരിക്കലും അതിന് മുതിരരുതായിരുന്നു. ആശുപത്രി വീണ്ടും നിശബ്ദത. ഒരു നിമിഷം മുൻപ് കൈയടിച്ചവർ ഇപ്പോൾ ആരും തന്നെ സംസാരിക്കുന്നില്ല. ആരും മുൻപോട്ട് വരുന്നില്ല. വീരേന്ദ്ര സിംഗ് പോലും മിണ്ടാതെ നിന്നു. പൂജ ശാന്തമായി നിൽക്കുന്നു. അവളുടെ മുഖത്ത് ഭയമില്ല. ഡോക്ടർ ഡാനിയൽ മുൻപോട്ട് വന്നു. അവളൊരു ജീവൻ രക്ഷിച്ചു. അതൊരു കുറ്റമാണോ? പക്ഷേ ഡാനിയലിന്റെ വാക്കുകൾ ആരും കേട്ടില്ല. ആശുപത്രിയുടെ മാനേജ്മെന്റും ഉടമയുമായ എബ്രഹാം മുന്നോട്ട് വന്നു. അവന്റെ ശബ്ദം ദേഷ്യത്തിലുള്ളതായിരുന്നു. ആശുപത്രിയുടെ നിയമങ്ങൾ, അതിനു മുകളിൽ ഇവിടെ ഒന്നുമില്ല. ഈ സംഭവം പുറത്തു പോയാൽ ആശുപത്രിയുടെ പേരാണ് പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഡാനിയൽ വീണ്ടും പറഞ്ഞു, ഇത് ചരിത്രം സൃഷ്ടിച്ച ഒരു നിമിഷമാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. പക്ഷേ എബ്രഹാം ദേഷ്യത്തിൽ തന്നെയായിരുന്നു. നിയമമാണ്. ആ വാക്കുകൾ പൂജയുടെ വിധി നിശ്ചയിച്ചു. പോലീസുകാർ അവളുടെ കൈ പിടിച്ചു. അച്ഛൻ കരഞ്ഞു, എന്റെ മോളെ വിട്ടുതരൂ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പൂജ പതുക്കെ പറഞ്ഞു, അച്ഛാ, കരയേണ്ട, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൾ അവസാനമായി ഒരു നിമിഷം ആശുപത്രിയിലേക്ക് ഒന്ന് നോക്കി.
പോലീസ് വാഹനം വാതിലടഞ്ഞു. ആശുപത്രിയുടെ മുൻപിൽ കയ്യടികൾ നിശബ്ദമായി. പൂജയെ പോലീസ് വാഹനത്തിന്റെ ഉള്ളിൽ കയറ്റി കൊണ്ടുപോയി അവർ. പൂജയുടെ കേസ് നേരെ കോടതിയിലെത്തി. പിന്നീട് പൂജ ജയിലിലായി. ആ വാർത്ത തീപ്പൊരി പോലെ പടർന്നു. മെഡിക്കൽ കോളേജ് മുഴുവൻ കലക്കി. വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. പൂജയ്ക്ക് നീതി വേണം, ഒരു ജീവൻ രക്ഷിച്ചത് കുറ്റമല്ല എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി. റോഡുകൾ നിറഞ്ഞു സമരങ്ങൾ കൊണ്ട്. സോഷ്യൽ മീഡിയ ട്രെൻഡായി മാറി. ചാനൽ ചർച്ചകൾ. ഒരു ജീവൻ രക്ഷിച്ച പെൺകുട്ടി ഇന്ന് ജയിലിൽ, ഇത് നീതിയാണോ? ഡോക്ടർമാരും വിദ്യാർത്ഥികളും സാധാരണ ജനങ്ങളും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അവൾ കുറ്റവാളിയല്ല, അവൾ ഒരു ജീവൻ രക്ഷിച്ച പെൺകുട്ടി. ദിവസങ്ങൾ കടന്നു. എന്ന പൂജ ജയിലിൽ തന്നെയായിരുന്നു. പക്ഷേ അവളുടെ മുഖത്ത് ഇപ്പോഴും ആ ശാന്തതയുണ്ടായിരുന്നു. അതേസമയം ആശുപത്രിയിൽ പ്രസാദ് സിംഗ് കണ്ണുകൾ തുറന്നു. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പതുക്കെ സംസാരിച്ചു. എന്നെ ആരാണ് രക്ഷിച്ചത്? അവസാനം അദ്ദേഹം സത്യമറിയുന്നു. ഒരു ചായക്കട പെൺകുട്ടി, MBBS സ്റ്റുഡന്റ്, അവളുടെ പേര് പൂജ. അദ്ദേഹം നിശബ്ദമായി. ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. പിന്നീട് അദ്ദേഹം ചോദിച്ചു, എനിക്കിപ്പോൾ ആ പെൺകുട്ടിയെ കാണണം, എന്റെ ജീവൻ നിലനിർത്തിയ ആ പെൺകുട്ടിയെ. പക്ഷേ അവളിപ്പോൾ ജയിലിലാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാറി. എന്ത്? എന്റെ ജീവൻ രക്ഷിച്ച ആളെ ജയിലിലോ? അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങി. അടുത്ത ദിവസം അവൻ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. രാഷ്ട്രീയ ബന്ധങ്ങൾ, വലിയ അധികാരികൾ, നിയമവിദഗ്ധർ എല്ലാവരെയും ഒരുമിച്ച് ബന്ധപ്പെടുത്തി. പൂജയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് പ്രസാദ് സിംഗ് തീരുമാനിച്ചു. ഇപ്പോൾ തന്നെ അവളെ പുറത്തിറക്കണമെന്ന് പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കണ്ടു. നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ മാറി തുടങ്ങി. ഫോൺ കോളുകൾ, ഓർഡറുകൾ, നിയമ നടപടികൾ. ഒടുവിൽ ജയിൽ വാതിൽ തുറന്നു. പൂജ പുറത്തേക്ക് നടന്നു വന്നു. അവളുടെ മുൻപിൽ അവളുടെ അച്ഛൻ കണ്ണുനീരോടെ കാത്തുനിന്നു. മോളെ. അദ്ദേഹം ഓടിച്ചെന്നു. അച്ഛൻ പൂജയെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണീർ. അവിടെ പ്രസാദ് സിംഗ് സ്വയം എത്തിയിരുന്നു. പ്രസാദ് സിംഗ് പൂജയുടെ മുൻപിൽ നിൽക്കുന്നു. ഒരു നിമിഷം ഒന്നും പറയാതെ. പിന്നീട് പതുക്കെ പറഞ്ഞു, നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഇനി എന്റെ ജീവിതം നിനക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ആ ദിവസം ചായക്കുട പെൺകുട്ടി സമൂഹത്തിന് മുൻപിൽ ഒരു ഹീറോയായി മാറി. പൂജ ഒരു വിദ്യാർത്ഥിനി മാത്രമല്ല, ഒരു ഡോക്ടർ, ഒരു ജീവൻ രക്ഷിച്ച പെൺകുട്ടി. പ്രസാദ് സിംഗ് തന്റെ വലിയ മാളികയിലേക്ക് പൂജയെ വിളിച്ചു. വളരെ ഭംഗിയുള്ള വീട്, സുരക്ഷാ ജീവനക്കാർ, ആഡംബരത്തിന്റെ പരമാവധി ഉണ്ടായിരുന്നു അവിടെ. അവിടെ പൂജ ശാന്തമായി നിൽക്കുന്നു. സാധാരണ ചുരിദാർ, പക്ഷേ മുഖത്ത് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പ്രസാദ് സിംഗ് അവളുടെ മുൻപിലേക്ക് നിന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ പെട്ടി ഉണ്ടായിരുന്നു. പെട്ടി തുറന്നു. അതിൽ നിറയെ പണം. ഇത് നിനക്കാണ്, എന്റെ ജീവൻ രക്ഷിച്ചതിന് വേണ്ടി. ഇത് ചെറിയൊരു നന്ദി മാത്രമാണ്. ഒരു നിമിഷം പൂജ ആ പെട്ടിയിലേക്ക് ഒന്ന് നോക്കി. പിന്നീട് അവൾ തല ഉയർത്തിക്കൊണ്ട് ശാന്തമായി പറഞ്ഞു, ഇതെനിക്ക് വേണ്ട. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഒന്ന് ഞെട്ടി. എന്ത്? പ്രസാദ് സിംഗ് ആശ്ചര്യത്തോടെ ചോദിച്ചു. പൂജയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അധ്വാനിച്ചു കിട്ടുന്ന പണം മാത്രമേ നിലനിൽക്കൂ എന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പണം വേണ്ട. മുറിയിൽ ഒരു നിമിഷം നിശബ്ദത. പൂജ വീണ്ടും പറഞ്ഞു, അതിനു പകരം എനിക്കൊരു സഹായം ചെയ്താൽ മതി. പ്രസാദ് സിംഗ് ശ്രദ്ധയോടെ കേട്ടു. ഈ തോക്കും വെടിവെപ്പും ഗുണ്ടാത്തരവും ഇവയെല്ലാം നിർത്തിവെച്ചൂടെ സാറിന്? ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ നേരെ പതിച്ചു. ഒരു നിമിഷം പ്രസാദ് സിംഗ് മിണ്ടാതെ നിന്നു. പ്രസാദ് സിംഗിന്റെ ജീവിതം മുന്നിലൂടെ കടന്നുപോയ ഹിംസ, ഭീഷണി, അധികാരം. പിന്നെ പതുക്കെ ഒരു നിമിഷം പ്രസാദ് സിംഗ് തലകുനിച്ചു. അതൊരു വാഗ്ദാനമായിരുന്നു. പൂജ ചെറിയൊരു ചിരിയോടെ നോക്കി. പിന്നെ ഒന്നും പറയാതെ അവൾ തിരിഞ്ഞു നടന്നു. വലിയ മാളികയുടെ വാതിൽ കടന്നു പുറത്തേക്ക്. അവൾ സാധാരണ പെൺകുട്ടി, പക്ഷേ അസാധാരണമായ മനസ്സുള്ള ഒരാൾ. അകത്ത് പ്രസാദ് സിംഗ് ഇന്ന് വരെ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു ശാന്തത. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു വലിയ നഗരം. ആ നഗരത്തിന്റെ നടുവിൽ ആകാശത്തെ തൊട്ടുണർത്തുന്നു നിൽക്കുന്ന പോലെ ഒരു വലിയ ആശുപത്രി. അതെ, പൂജ മൾട്ടിപ്ലിസിറ്റി ഹോസ്പിറ്റൽ. ആശുപത്രിയുടെ മുൻപിൽ പാവപ്പെട്ടവരും സാധാരണക്കാരും അവസാന പ്രതീക്ഷയോടെ എത്തുന്നു. പക്ഷെ അവിടെ ഒരു വ്യത്യസ്തമുണ്ട്. പണമില്ലെങ്കിലും ചികിത്സ ലഭിക്കും. മരുന്നുകൾ പോലും സൗജന്യം. ഒരാളും പണമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകേണ്ടി വരികയില്ല. ആ ആശുപത്രിയുടെ ഉടമ മറ്റാരുമല്ല, പൂജ. ഒരു കാലത്ത് ചായട്ര പിടിച്ച് ആശുപത്രിയിൽ നടന്ന പെൺകുട്ടി. ഇന്ന് ആശുപത്രിയെ നയിക്കുന്ന ഡോക്ടർ. ആയിരക്കണക്കിന് ജീവൻ നൽകുന്ന രക്ഷാപ്രവർത്തക. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സർജറി നടക്കുന്നു. മെയിൻ ഡോക്ടർ പൂജ തന്നെയാണ്. ആശുപത്രിയുടെ പുറത്ത് ഒരു മൂലയിൽ തന്നെ ഫയലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അതെ, അത് മറ്റാരുമല്ല, പ്രസാദ് സിംഗ്. ഒരു കാലത്ത് തോക്ക് പിടിച്ച് നടന്നിരുന്ന കൈ ഇന്ന് ഫയലുകൾ പിടിക്കുന്നു, രോഗികളുടെ കാര്യങ്ങൾ നോക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ സമാധാനമുണ്ട്. ആ വലിയ ആശുപത്രിയുടെ അടുത്ത് ചെറിയൊരു തട്ടുകടയുമുണ്ട്. അതിന്റെ പേര് പോലുമില്ല, പക്ഷേ അവിടെ ഒരു ബോർഡ്. വിശക്കുന്നവർക്ക് സൗജന്യ ഭക്ഷണം. അതെ, അത് നടത്തുന്നത് പൂജയുടെ അച്ഛൻ രാജൻ. അദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സായി, പക്ഷേ മുഖത്ത് സന്തോഷമുണ്ട്. വാ, ചായ തയ്യാറായി എന്ന് അദ്ദേഹം ചിരിച്ചു എല്ലാവരെയും വിളിക്കുന്നു. പൂജ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു വരുന്നു.
ഡോക്ടർ കോട്ട് ഇട്ട് വീണ്ടും അച്ഛന്റെ മകളായി അവൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭക്ഷണം കഴിച്ച് കണ്ണു നിറഞ്ഞു പറയുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പൂജ ചെറിയൊരു ചിരിയോടെ നോക്കുന്നു. അവൾ അവളുടെ അച്ഛന്റെ അരികിലിരിക്കുന്നു. അച്ഛാ, അച്ഛൻ പറഞ്ഞ ആ വാക്ക് ഓർമ്മയുണ്ടോ? സ്റ്റെതസ്കോപ്പ് ധരിച്ച് ഇതുപോലെ വലിയൊരു ആശുപത്രിയിൽ നിൽക്കണമെന്ന്. ഇപ്പോൾ നമ്മൾ സ്വന്തമായ ഒരു ആശുപത്രി ഉണ്ട് നമുക്ക്. രാജ്യം ഒരു നിമിഷം പൂജയുടെ വാക്കുകൾ കേട്ട് ചിരിച്ചു. കണ്ണുകൾ നിറഞ്ഞു. നീ അല്ലെങ്കിലും എന്റെ മോളല്ലേ. നീ മനുഷ്യന്മാരുടെ ഹൃദയം നന്നായി മനസ്സിലാക്കിയ ആളാണ്. പൂജ ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കി. ഒരു നിമിഷം അവളുടെ ജീവിതം മുഴുവൻ മുൻപിലൂടെ കടന്നുപോയി. ചായക്കട, ആശുപത്രി, ജയിൽ, സർജറി. ഇന്ന് ഒരു വിജയം, ഒരു സന്ദേശം. സ്വപ്നം കാണാൻ പാവപ്പെട്ടവർക്കും അവകാശമുണ്ട്. അത് നേടാൻ ധൈര്യമുണ്ടെങ്കിൽ ലോകം തന്നെ മാറും. ഒരു ചായക്കടയിൽ നിന്ന് ഒരു ജീവൻ രക്ഷിക്കുന്ന കൈകളിലേക്ക് പൂജ ഇന്ന് വളർന്നിരിക്കുന്നു.